മലപ്പുറം ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അതായത് മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ഇത്രയും ജില്ലകളെല്ലാം കൂടെ ചേർന്ന് ഒരു സംസ്ഥാനമായി മാറും. അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. 2011 അവരൊരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് മലബാറിന്റെ സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ദുരവസ്ഥ പരിഗണിച്ചുകൊണ്ടും മലപ്പുറത്തെ ആ ഒരു പോപ്പുലേഷൻ പരിഗണിച്ചുകൊണ്ടും ആ ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്നും. അപ്പൊ അവിടെ താമസിക്കുന്ന ഹിന്ദു വിഭാഗങ്ങളും മുസ്ലിം ഇതര മതങ്ങളുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയായിരിക്കും, അവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ലോകത്ത് ശരിക്കും ആർക്കാണ് ശരിക്കും കയ്യൂക്കുള്ളവനല്ലേ കാര്യക്കാരൻ? അതെ അല്ലെ? ഇപ്പൊ ജൂതർ ലോകം ഭരിക്കുന്നത്, ജൂതർ ലോകം ഭരിക്കുന്ന പോലെ, അമേരിക്ക ലോകം കീഴടക്കുന്നത് പോലെ. അമേരിക്കയല്ല ആക്ച്വലി കേട്ടോ, അമേരിക്ക എന്നൊക്കെ ചുമ്മാ ജസ്റ്റ് പേര് കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ ജൂതനാണ്. ഞാനിത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യൂക്കുള്ളവൻ മാത്രമേ എപ്പോഴും കാര്യം നേടുകയുള്ളൂ, ബാക്കിയുള്ളവൻ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിന് അധികം ആയുസുണ്ടോ? അതിനധികം ആയുസുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആധിപത്യം ഇപ്പൊ എത്ര നാളായി ലോകം കാണുന്നു? അവസാനിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം, ഇതിപ്പോ നമ്മൾ അതിലേക്ക് എല്ലാ മതമാണ് പ്രശ്നം. എല്ലാ മതമാണ് പ്രശ്നം. മതമാണ് പ്രശ്നം. അപ്പൊ ആ മതത്തിൽ മാത്രം ഊന്നി വോട്ട് പിടിക്കുന്ന ഷാജി, KM ഷാജി, അദ്ദേഹം കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കാറുണ്ടോ? അല്ല, അദ്ദേഹത്തിന് അതറിയാലോ, തന്റെ മണ്ഡലത്തിൽ ഹിന്ദുക്കളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാലോ. എന്നിട്ടും അദ്ദേഹം ഇത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ? അങ്ങനെ തുറന്നു പറയുന്ന എത്ര MLA മാർ നമുക്ക് മുന്നിലുണ്ട്?